അതിജീവിതം നൽകിയ സൈബർ ആക്രമണ പരാതിയിൽ നടിയെ ആക്രമിച്ച കേസിലെ പ്രതി മാർട്ടിൻ ആന്റണിക്കെതിരെ കേസെടുത്തു. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജീവ് വിശദാംശങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് സൂരജ്, പറയും. നടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശിക്ഷാവിധി പുറത്തു വന്നതിന് ശേഷമാണ് സോഷ്യൽ മീഡിയയിൽ മാർട്ടിൻ്റെതായ ഒരു വീഡിയോ പ്രചരിച്ചത്. മാർട്ടിൻ ഈ കേസിലെ പ്രതികളെയും അതോടൊപ്പം തന്നെ അന്ന് കോടതി വെറുതെ വിട്ട ആളുകളെയും എല്ലാം ന്യായീകരിച്ചുകൊണ്ടാണ് ഒരു വീഡിയോ പങ്കുവച്ചത്. അത് മാർട്ടിൻ ഈ വീഡിയോ പങ്കുവച്ചതിന് പിന്നാലെ മാർട്ടിൻ്റെ പേരിൽ ഈ വീഡിയോ പുറത്തേക്ക് വരുന്നു. അതിനുശേഷം ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ വ്യാപകമായി ഈ വീഡിയോ പ്രചരിപ്പിക്കപ്പെട്ടു. അതെല്ലാം തന്നെ ഇതിൽ നേരത്തെ ഒഴിവാക്കപ്പെട്ട പ്രതികൾക്ക് വേണ്ടി ബോധപൂർവം ചെയ്യിപ്പിച്ചതാണ് എന്നടക്കമുള്ള വിമർശനങ്ങൾ വലിയ രീതിയിൽ വിമർശനം ശക്തമായിരുന്നു. സോഷ്യൽ മീഡിയയിൽ തന്നെ ഈ വീഡിയോക്കെതിരെ വലിയ വിമർശനങ്ങളെല്ലാം തന്നെ ഉയർന്നിരുന്നു. കഴിഞ്ഞ ദിവസം അതിജീവിത മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ തനിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണവും ഈ വീഡിയോയും എല്ലാം തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് അതിജീവിതയുടെ പേരിൽ കുടുംബാംഗങ്ങൾ ഇന്നലെ തൃശൂർ സിറ്റി സൈബർ പോലീസിൽ ഒരു പരാതി കൈമാറുന്നത്. ഈ പരാതിയിന്മേൽ പ്രാഥമിക അന്വേഷണം ഇന്നലെ വൈകുന്നേരത്തോടുകൂടി പോലീസ് നടത്തുകയും രാത്രിയോടുകൂടിയാണ് ഈ കേസിൽ മാർട്ടിനെ പ്രതിയാക്കിക്കൊണ്ട് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. മാർട്ടിനിൽ മാത്രം ഈ നടപടി ഒതുങ്ങില്ല എന്നുള്ളതാണ് സൈബർ പോലീസ് പറയുന്നത്. ഈ വീഡിയോ പ്രചരിപ്പിച്ചവർക്കെതിരെ നടപടി ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ചിത്രീകരിച്ചത് ആർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചിത്രീകരിച്ചത്, ബോധപൂർവം എന്തായിരുന്നു ഇതിന്റെ ഒരു മോട്ടീവ് എന്ന അടക്കമുള്ള കാര്യങ്ങൾ കൂടി സൈബർ പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. ഏതൊക്കെ ഹാൻഡിലുകളിൽ നിന്നാണ് ഈ വിധിക്ക് പിന്നാലെ ഈ വീഡിയോ പങ്കുവച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് നിരീക്ഷിച്ചു വരികയാണ്. ഇന്ന് വിശദമായ അന്വേഷണത്തിലേക്കടക്കം പോലീസ് കടക്കും. പ്രാഥമിക നടപടി എന്ന നിലയിലാണ് മാർട്ടിനെ പ്രതി ചേർത്തുകൊണ്ട് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ പേരെ പ്രതി ചേർക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.